ഒരു ആപ്പ് എന്ന് പറഞ്ഞു, രണ്ട് ആപ്പ് വിച്ച് വെന്റ് ഓൺ ടു ബിക്കം ടോപ്പ് 10 ഇൻ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ. അതെന്ത് ആപ്പ് ആയിരുന്നു ആൻഡ് വാട്ട് വാസ് ദ പീക്ക് റവന്യൂ ഇഫ് യു കുഡ് ഷെയർ? അതൊരു ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഏകദേശം 2011 ആ ഒരു ടൈം ഫ്രെയിം ആണ് പറയുന്നത്. ആ സമയത്ത് ആപ്പ് സ്റ്റോർ വരുന്നേ ഉള്ളൂ. അപ്പം ആപ്പ് സ്റ്റോറിനകത്ത് ഒരുപാട് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ആ സമയത്ത് കുറെ ആപ്സ് ഇല്ല. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആപ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ സർട്ടൻ കൈൻഡ് ഓഫ് വിഷസ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ആപ്സ്, ട്രാഫിക് വയലേഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പ്, ഇങ്ങനത്തെ വളരെ വളരെ സിമ്പിൾ യൂട്ടിലിറ്റി ആപ്സ് ആയിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരുന്നത്. ആ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ഇറ്റ് വാസ് ലൈക്ക് $2,000 a month. In 2010? No, 2010 അത്രയില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതിൽ ചില ആപ്സ് ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഒരു അറൌണ്ട് ലൈക്ക് $1,000 വരും പെർ മന്ത്, ഒന്നും ചെയ്യാണ്ട് തന്നെ. സോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വി തോട്ട് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അന്ന് വേറെ 1-2 ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1-2 ആപ്പ് ഹിറ്റായി. ആ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് 2020 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ മുഴുവൻ പ്രൊഫൈൽ എടുത്തിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി. ദെൻ വി പ്രസന്റഡ് ടു മൾട്ടിപ്പിൾ ബിസിനസ്സസ്. എന്നിട്ട് നമുക്ക് ആ സമയത്ത് ക്രിക്ക് ഇൻഫോയിൽ നിന്ന് കോൾ വന്നു. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഈ ഫുൾ ആപ്പ് നിങ്ങൾ ഒരു സെർവറൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ഫാൻസിന് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ യു ഷുഡ് ഡു ഇറ്റ് ഇൻ 20 days, സംതിങ് ലൈക്ക് ദാറ്റ്. വളരെ ചെറിയ ടൈം ഫ്രെയിം. അന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ്. അപ്പം ആ ഒരു ടൈം ഫ്രെയിമും ഭയങ്കര കൺസ്ട്രെയിൻ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് ക്ലിയർ, ഇതൊരു ഗുഡ് ഡയറക്ഷൻ ആണ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. That also brought in a kind of conviction that okay, maybe this is the right thing to do. Take advantage of all the technology developments and start a startup kind of thing.